എന്തൊരു തെണ്ടിത്തരവരൊക്കെ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ ബലിയാടാക്കുന്ന റീച്ച് എന്നാണ് ഇതിനൊക്കെ പറയാം. അയാളൊരു നിരപരാധിയായിട്ട് എനിക്ക് തോന്നുന്നത്. നിന്റെ ദേഹത്തേക്ക് അയാളെ കൈ പോലും പതിയുന്നില്ല, നീ ആണെങ്കിൽ മാസ്ക് ഇട്ട് അയാളെ മുഖം ബ്ലർ ചെയ്ത് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാം? സത്യം പറഞ്ഞാൽ അയാൾ കൈ ചലിക്കുന്ന കൂടിയില്ല മേത്തേക്ക്. സത്യം പറഞ്ഞാലില്ലേ, അയാൾക്കും വീട്ടിലെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. ഇങ്ങനെ എന്താ പറയുക, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി വീഡിയോ ചെയ്താൽ വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ. നാളെ നീയൊക്കെ കാരണം അയാൾക്ക് പുറത്തിറങ്ങാത്ത അവസ്ഥ വന്ന് ചീത്തപ്പേരും വന്ന് അയാളെ വീട്ടുകാർക്ക് വന്ന് അയാൾ കടുങ്കൈ ചെയ്താൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനെ പോകും. നിനക്കൊന്നും പോലും, നിനക്കൊക്കെ ഈ നെറികെട്ട റീച്ചാണ് വേണ്ടത്. അതാണല്ലോ ഇവിടെ പെണ്ണ് പറയുന്നോടത്തെ ഏത് വിധി നിൽക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെറ്റ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കൊടുത്താൽ കൊല്ലത്തുനിന്ന്. ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാണ്, കാരണം നാളെ നിന്റെ ഭർത്താവിനോ നിന്റെ അച്ഛനോ നിന്റെ മകനോ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്ക് അപ്പം വേദന വരുള്ളൂ, നിനക്ക് അപ്പളേ വേദന വരുള്ളൂ. ഇങ്ങനെയൊന്നും റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ മില്യൺസ് ബില്യൺസ് അടിക്കണം. അങ്ങനത്തെ ഇപ്പം എന്തുണ്ടായി? അതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പം KSRTC ബസ്സിൽ കയറി ഇരിക്കാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ബസ്സിൽ കയറിയില്ല, ബസ് വേണ്ട, ഞാൻ നടന്നിട്ട പോലെ. സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇപ്പം സ്ത്രീകളുടെ സീറ്റിൽ നമ്മൾ ആരെങ്കിലും ഇരുന്നാൽ ഒരു പറയും ഇത് സ്ത്രീകളുടെ സീറ്റാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇതാക്കും. ആ സ്ഥാനത്ത് ഒരു പുരുഷന്മാരുടെ സീറ്റിൽ ഇരുന്നാൽ കാല് വയ്യായിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഇരിക്കട്ടെ, അത് പ്രശ്നമില്ല. പുരുഷന്മാരുടെ സീറ്റിൽ ഇരുന്നല്ലോ, സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിക്കാൻ പ്രശ്നം. അതുപോലെ തന്നെ ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയുന്നത് എന്താണ്, ഞാൻ എവിടെയും കേട്ടിട്ടില്ല അമ്മായി അച്ഛനും മരുവനും തല്ലുണ്ടാക്കുന്നത്, അളിയനും തല്ലുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ സ്ഥാനത്ത് അമ്മായിയും മരുമകളും തല്ലുണ്ടാക്കുന്നത്, നാത്തൂനും തല്ലുണ്ടാക്കുന്നത്, അല്ല സ്ത്രീധനത്തിനും പണിയെടുക്കാത്തതിനും വേണ്ടി. നിങ്ങളെ ശാപം നിങ്ങൾ തന്നെയാണ്, പെണ്ണുങ്ങളെ ശാപം പെണ്ണുങ്ങൾ തന്നെ. ഇങ്ങനത്തെ നെറികെട്ട ആൾക്കാരോടൊന്നും പറയാനില്ല. സ്ത്രീകളോട് റെസ്പെക്ട് ഉണ്ട്, പക്ഷെ ഇതുപോലുള്ള സ്ത്രീകളോട് എന്നും വെറുപ്പുള്ളൂ സത്യം പറഞ്ഞാൽ. ഇങ്ങനത്തെ മനുഷ്യനെ ബലിയാടാക്കുന്ന നിനക്ക് കർമ്മ ഈസ് എ വുമൻ, നീ അനുഭവിക്കും.